കഴിഞ്ഞ ദിവസം കോഴിക്കോട് MD വാസുദേവൻ നായരെ മുൻനിർത്തിയുള്ള ഒരു ചിത്രപ്രദർശനം കാണാനുണ്ടായി. ആ കാണുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് എന്നെ ആകർഷിച്ചൊരു ചിത്രമുണ്ട്. ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗസൽ രാജാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗുലാം അലി. ഇവിടെ ഗസൽ പാട്ടൊക്കെ പാടുന്ന ഇവിടെ മാധവമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പളായിരുന്ന രാജഗോപാലൻ മാഷുണ്ട്. രാജഗോപാലൻ മാഷേ, ഗുലാം അലിയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗസലുണ്ട്. ഇവിടെ ഗസൽ പാടുന്ന ആൾക്കാരുണ്ടാ? ആരാ ഉണ്ടാ? ഫോട്ടോഗ്രാഫർ എവിടെ പോയി? ഫോട്ടോഗ്രാഫർ പോയി എവിടെ? ഫോട്ടോഗ്രാഫറെ ഗസൽ പാടുവാ? എവിടെ പോയി? അവൻ മുങ്ങി. അതെ, പറഞ്ഞു പോയിട്ട്. ഗുലാം അലിയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഈ മുസ്തഫയ്ക്ക് അത് അറിയാം. മുസ്തഫ എൻ്റെ ഒപ്പം ചൈനയിലുണ്ടായിരുന്നു. ചൈനയിലുള്ള സമയത്ത് മുസ്തഫ പാടിയിട്ടുള്ളത് അത് ചുപ്കേ ചുപ്കേ രാദ്ദിൻ എന്നുള്ളൊരു പാട്ട് ഇല്ലടോ രാജഗോപാലെ. രണ്ടുപേര് പാടുന്ന പിന്നെ പാടിക്കോളാം. ഗുലാം അലിയുടെ ഗസൽ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ MD വാസുദേവൻ നായരുടെ കരം നുകർന്നുകൊണ്ട് ഗുലാം അലി നിൽക്കുന്നു. ഈ ഗുലാം അലി പാകിസ്ഥാനിലാണ് പിന്നീട് ജീവിച്ചത്. വിഭജനത്തിന് ശേഷം അങ്ങോട്ട് പോയി. പക്ഷെ അദ്ദേഹത്തെ നമ്മുടെ സഖാവ് MA ബേബിയെ കൂടിയിട്ട് കോഴിക്കോട് കൊണ്ടുവന്നു. അന്ന് സംഘ് പരിവാർ ആൾക്കാർ പ്രതിഷേധിച്ചു. ഗുലാം അലിക്ക് കാലുകുത്താൻ അവസരം കൊടുക്കില്ല. ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളിലും പല പട്ടണങ്ങളിലും ഗുലാം അലിയുടെ ഗസൽ വെച്ചു. പക്ഷേ സംഘ് പരിവാറിന്റെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം കാരണം അവിടെയൊന്നും നടന്നില്ല. ഗുലാം അലി നിരാശനായി. ഞാൻ നെഞ്ചിലേറ്റുന്ന ഇന്ത്യ എന്നുള്ള ആ ഭൂമിയിൽ വന്ന് എനിക്ക് ഇന്ത്യക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ചുക്കേ ചുക്കി ഒന്ന് പാടിക്കൊടുക്കണം എന്ന് അദ്ദേഹം ആരംഭിച്ചു. കേരളം അദ്ദേഹത്തിനെ വരവേറ്റു. കേരളം ഗുലാം അലിയെ വരവേറ്റു. തിരുവനന്തപുരത്തും കോഴിക്കോടും ഗുലാം അലി വന്ന് പാടി. പക്ഷെ അതിന്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. ഈ ഗുലാം അലി പാടിയ ചുക്കേ ചുക്കേ എന്നുള്ള ഈ ഗസൽ എഴുതാരാന്നറിയോ? ആരെങ്കിലും അറിയോ? ഇൻക്ലാബ് സിന്ദാബാദ്. നാവിന്റെ തുമ്പിൽ വന്നു. ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഉറുദുവിലുള്ള മുദ്രാവാക്യം ഇൻക്ലാബ് സിന്ദാബാദ്. അറിയില്ല? അത് ആ മുദ്രാവാക്യം ആലേഖനം ചെയ്ത ഹസ്രത് മോഹ്സിനാണ്. അദ്ദേഹം അലിഗഡ് സർവകലാശാലയിൽ പഠിക്കാൻ വരുമ്പോൾ അദ്ദേഹം ഒരു വെറ്റില ചെല്ലമായിട്ടാണ് വരുന്നത്. ഞാനത് പറയാൻ കാരണം ഇന്ത്യൻ ഭരണഘടന എത്രത്തോളം സവിശേഷമാണെന്ന് പറയാൻ വേണ്ടിയാണ്. ഗസൽ ചുപ്കേ ചുപ്കേ രാദ്ദിൻ എന്നുള്ള ആ വരികൾ എഴുതിയ ഹസ്രത് മോഹ്സിൻ യഥാർത്ഥത്തില് അലിഗഡിലേക്ക് പഠിക്കാൻ വരുമ്പോൾ അന്നത്തെ സമ്പന്ന കുടുംബത്തിലെ മുസ്ലിങ്ങൾ വരുമ്പോൾ ഒരു വെറ്റില ചെല്ലവും കൂടി കയ്യിൽ കരുതുന്നു, പാൻ മുറുക്കാൻ വേണ്ടി. പിന്നീട് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകനായി മാറി. ലാഹോർ സമ്മേളനത്തിൽ വെച്ച് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്നുള്ള മുദ്രാവാക്യം അദ്ദേഹം മുഴക്കി. അദ്ദേഹത്തിന്റെ ഇൻക്ലാബ് സിന്ദാബാദാണ്. ഭഗത് സിംഗ് ഡൽഹിയിലെ കേന്ദ്ര അസംബ്ലിയിൽ ബോംബെറിഞ്ഞ് ആരെയും അപായപ്പെടുത്താൻ വേണ്ടിയല്ല, അടഞ്ഞ കാതുകൾ തുറക്കാൻ വേണ്ടിയാണ് ഞാൻ ബോംബിട്ടത് എന്ന് ഭഗത് സിംഗ് പറഞ്ഞ ശേഷം ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചപ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുഖരിതമായി. ഹസ്രത് മോഹി പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായി. അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ അംഗമായി. അദ്ദേഹം ശ്രീകൃഷ്ണന്റെ ഭക്തനായിരുന്നു. നോക്കുക, എല്ലാ ജന്മാഷ്ടമി ദിവസവും അദ്ദേഹം മധുരയിൽ പോയിരുന്നു. ഉസ്താദ് ബിസ്മില്ലാ ഖാനെ പോലെ വാരണാസിയിൽ രാവിലെ നമാസും പിന്നീട് റിയാസും നടത്തി അമ്പലങ്ങളിൽ. മുസ്ലിം നിസ്കാരത്തിന് ശേഷം ക്ഷേത്രങ്ങളിൽ അദ്ദേഹം പാടി തിമിർത്തു. ബിസ്മില്ലാ ഖാനോട് ലോകത്തിലെ പല പ്രമുഖ വ്യക്തികളും പറഞ്ഞു,
ഞങ്ങളുടെ നാട്ടിലേക്ക് വരൂ, അമേരിക്കയിലേക്ക് വരൂ, അക്കാഡമി ഉണ്ടാക്കൂ. ബിസ്മില്ലാ ഖാൻ പറഞ്ഞു, ഗംഗാ നദിയാണ് എന്റെ അമ്മ. ഈ ക്ഷേത്രങ്ങളുടെ മുമ്പിലൊക്കെ സംഗീതാർച്ചന നടത്തുമ്പോൾ കിട്ടുന്ന സുഖം എനിക്ക് ഒരിക്കലും കിട്ടുന്നില്ല. ആ ബിസ്മില്ലാ ഖാനെ പോലെയും ഗുലാം അലിയെ പോലെയും ഇൻഖിലാബ് സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യം ആലേഖനം ചെയ്യുന്ന ആ മഹത് വ്യക്തികളെ പോലുമുള്ള ആൾക്കാർ ഇഴകോർത്തതാണ് ഇന്ത്യൻ മതനിരപേക്ഷത എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഉത്തരേന്ത്യയുടെ ഭൂമികയിലേക്ക് നോക്കുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തനം എന്ന നിലയ്ക്ക് കൂടി ഞാൻ പറയുകയാണ്. ഇപ്പൊ മാധ്യമ പ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ മാപ്രാന്ന് വിളിച്ച് കളിയാക്കുക നിങ്ങളെല്ലാം കൂടി. നമ്മളെങ്ങോട്ടാ കുഴിക്കുന്നത്? ഒരു ആധുനിക രാഷ്ട്രമായി ഇന്ത്യയെ കരുപ്പിടിപ്പിച്ച് മുമ്പോട്ട് കുതിക്കാൻ വേണ്ടി നമ്മളെ പ്രാപ്തരാക്കാൻ വേണ്ടിയാണ് ഈ ഭരണഘടന. പക്ഷെ ഇന്ന് നമ്മൾ ധ്രുവീകരണ രാഷ്ട്രീയത്തിലൂടെ പുറകിലേക്ക് നടന്നുകൊണ്ട് പഴയ അസ്ഥികൂടങ്ങളെ കണ്ടെത്തി മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ തെരുവുകളിൽ ഉയരുന്ന രോദനമല്ല നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടത്. ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധി ചെരുപ്പ് പോലും വിടാതെ കൽക്കത്തയില് തെരുവിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി രാവെന്ത പകലെന്ത എന്നറിയാതെ നടക്കുകയായിരുന്നു. ഇന്ന് ഉത്തരേന്ത്യയുടെ പല ഭാഗത്തും കുഴിക്കലാണ്, കുഴിക്കൽ. വാരണാസി ഉസ്താദ് ബിസ്മില്ലാ ഖാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ സൗഹൃദത്തിന്റെ സാഹോദര്യത്തിന്റെ ഒരു പ്രതലം. അവിടെ വർഗീയതയുടെ കലാപങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞ പോലെ സമ്പലിലെ ബാബറി മസ്ജിദ് എന്ന് വിളിക്കപ്പെടുന്ന സമ്പൽ അവിടെയും കുഴിക്കുകയാണ്. 11 സ്ഥലങ്ങളിൽ. നമ്മൾ എങ്ങോട്ടാണ് കുഴിച്ചിറങ്ങുന്നത്? നമ്മുടെ പൈതൃകം അന്വേഷിച്ച് എങ്ങോട്ടൊക്കെ പോകും? ഞാൻ പാർലമെന്റിൽ പ്രസംഗിച്ച് പറഞ്ഞു, നമ്മളിങ്ങനെ കൂടുതൽ കുഴിച്ചു കഴിഞ്ഞാല് നമ്മൾ എവിടെ എത്തും? പശ്ചിമേഷ്യയിലെത്തും. എന്താ കാരണം? ഇന്ത്യയിലേക്ക് വന്ന നല്ലൊരു ശതമാനം ആൾക്കാർ വർഷങ്ങൾക്ക് മുമ്പ് 5000, 10000 വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറി. ഇവിടെ ചരിത്രം പഠിച്ച ആൾക്കാരുണ്ട്. ഇവിടുന്ന് കുടിയേറി. നമ്മൾ എവിടെ വരെ കുഴിക്കും? ഇന്ത്യയിലുണ്ടായിരുന്ന ബുദ്ധവിഹാരങ്ങളും ജൈന വിഹാരങ്ങളും ഒക്കെ പിന്നീട് ക്ഷേത്രങ്ങളായി മാറിയില്ലേ? എവിടേക്ക് കുഴിക്കും നമ്മൾ? ഈ കുഴിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഇടയിലുള്ള സാഹോദര്യത്തിന്റെ ആ ഒരു കണ്ണിയെ വിച്ഛേദിക്കാൻ വേണ്ടിയാണ്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ സംഘ് പരിവാറും ഇന്ത്യയിലെ മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും ഒരുമിച്ച് ചേർന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തെ ഇതുപോലെ ആക്രമിക്കുന്നതെന്ന്? ഉത്തരം ലളിതമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ പ്രത്യേകിച്ച് വലിയ ഗവേഷണം നടത്തേണ്ട കാര്യമില്ല. ഈ വിഭജനത്തിന്റെ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്ന സാഹോദര്യത്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുരുത്തുകളിൽ ഒന്നായി കേരളത്തിലെ ഇടതുപക്ഷത്തെ അവസാനിപ്പിച്ചാൽ മാത്രമേ ഈ ആക്രമോത്സുകതയുള്ള വർഗീയതയുടെ രഥയോട്ടത്തിന് കേരളം വിധേയമാകൂ. അതുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് ഇന്ത്യയിലെയും കേരളത്തിലെയും മാധ്യമങ്ങളും വലതുപക്ഷ സംഘടനകളും ആലോചിക്കുന്നത്. അമിത്ഷാ ഏതാനും മാധ്യമ പ്രവർത്തകരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞു, ഉത്തർപ്രദേശ് എനിക്ക്, അതായത് 80 ലോകസഭാ അംഗങ്ങളെ ഇന്ത്യയിലേക്ക് പ്രദാനം ചെയ്യുന്ന ഉത്തർപ്രദേശ് എനിക്ക് കിട്ടുന്നതിനേക്കാൾ 10 മടങ്ങ് സന്തോഷമായിരിക്കും കേരളം BJPക്ക് കിട്ടിയാൽ. അദ്ദേഹം പറഞ്ഞതാണ്. എന്തിനാണ്? നമ്മൾ 3.5 കോടി വരുന്ന ജനങ്ങളെ ഉള്ളൂ, 20 ലോകസഭാ സീറ്റേ ഉള്ളൂ. ഒരുപക്ഷെ നാളെ ഇവര് മണ്ഡല പുനർനിർണയം നടത്തിയാലും വേണം നമ്മുടെ സീറ്റുകൾ വേണം കുറയ്ക്കും. എന്താ കാരണം? നമ്മളോട് പറഞ്ഞു ജനസംഖ്യ നിയന്ത്രണമൊക്കെ നടത്തണമെന്ന് പറഞ്ഞു. അവരങ്ങോട്ട് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ മുന്നോട്ട് പോയി. ഇപ്പോൾ അവർ പറയുകയാണ് ജനസംഖ്യ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യും.
2026 കഴിയുമ്പോൾ ഈ പറഞ്ഞ ഡീലിമിറ്റേഷൻ നിയമം കൊണ്ടുവന്ന് നമ്മുടെ ലോകസഭാ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കും. പക്ഷെ എന്നാലും ഈ കൊച്ചു തുരുത്ത് നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങളുടെ പ്രസക്തിയാണ് ഒരുപക്ഷെ ഇടതുപക്ഷത്തെയും കേരളത്തെയും ശിഥിലമാക്കണമെന്നുള്ള ദൃഢപ്രതിജ്ഞ എടുക്കാൻ ഈ BJP പോലുള്ള രാഷ്ട്രീയ സംഘടനകളെ പ്രേരിപ്പിക്കുന്ന ഘടകം. ഹസ്രത് മൊഹാനിയെ പോലുള്ള ആൾക്കാർ ഇന്ത്യൻ ഭരണഘടന എങ്ങനെ ആയിരിക്കണം സമൂഹത്തിൽ ചെലുത്തേണ്ട സ്വാധീനമെന്നുള്ളത് ആലേഖനം ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രത്യേക രാഷ്ട്രീയ സാമൂഹിക പരിതസ്ഥിതിയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കണമെങ്കിൽ പ്രധാനപ്പെട്ട 2-3 ഘടകങ്ങളുണ്ട്. സമയം കുറച്ചധികമായി എങ്കിൽ പോലും ഞാൻ അതും കൊടുക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ തലയാട്ടേലും പറ്റില്ല. ഇവിടെ വേറെ എന്നെക്കാളും പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ സംസാരിക്കാനുണ്ട്. 4 നെടുന്തൂണുകളിലാണ് നമ്മുടെ ജനാധിപത്യം നിൽക്കുന്നത്. എക്സിക്യൂട്ടീവ്, ഗവൺമെൻറ്, 2 പാർലമെൻറ്റ്. പാർലമെൻറ്റ് എന്നുള്ള നെടുന്തൂണിൻ്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു. ദോശ ചുട്ടെടുക്കുന്നത് പോലെ നിയമങ്ങൾ ചുട്ടെടുക്കുന്നു. മണിപ്പൂർ പോലുള്ള ഒരു വിഷയം പോലും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. സമ്പൽ വിഷയം ചർച്ച ചെയ്യുന്നില്ല, ചർച്ച ചെയ്യാൻ സമ്മതിക്കുന്നില്ല. 3 ജുഡീഷ്യറി അവസ്ഥയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. നമുക്കൊരു മുഖ്യ ന്യായാധിപൻ ഉണ്ടായിരുന്നു. ആ മുഖ്യ ന്യായാധിപൻ വിധി പ്രസ്താവന നടത്തുന്ന മുമ്പ് മുകളിലേക്ക് കണ്ണു ഭായിച്ചപ്പോൾ ദൈവം പറഞ്ഞു ഇങ്ങനെ എഴുതണമെന്ന്. അങ്ങനെയാണ് അദ്ദേഹം എഴുതിയത്. അയോധ്യ ന്യായവിധി തയ്യാറാക്കിയ ജഡ്ജിയുടെ പേര് പോലും ഇല്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനൊരു സംഭവമില്ല. എന്നുവെച്ചാൽ 5-6 പേരടങ്ങുന്ന അല്ലെങ്കിൽ 7 പേരടങ്ങുന്ന ഒരു ബെഞ്ചാണ് ഒരു വിധി പ്രസ്താവന നടത്തുന്നതെങ്കിൽ ആ ബെഞ്ചിന് വേണ്ടിയിട്ട് ആരാണ് ആ വിധി തയ്യാറാക്കിയതെങ്കിൽ ആ വ്യക്തിയുടെ പേര് ആ ജഡ്ജ്മെന്റിലുണ്ടാവും. അതാണ് നമ്മുടെ ജുഡീഷ്യറിയുടെ ഒരു രീതി. ഇനി അഥവാ ആ ബെഞ്ചിലുള്ള മറ്റ് ജഡ്ജിമാർക്ക് അതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ അവർ വിയോജന ജഡ്ജ്മെന്റ് വിധി പ്രസ്താവം അവരുടെ പേരിൽ അവർ തയ്യാറാക്കും. എന്നാൽ അയോധ്യ വിധി പ്രസ്താവത്തിൽ ഒരു തരത്തിലും ആരുടെയും പേരുകളില്ല. അദ്ദേഹം പിന്നീട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, ഞാൻ മുകളിലേക്ക് നോക്കി ദൈവം എനിക്കൊരു സൊല്യൂഷൻ തന്നു. ഇന്ത്യയിലെ ഓരോ പൗരന്റെയും സൊല്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമെന്ന് പറയുന്നത് ഭരണഘടന മാത്രമാണ്. ജുഡീഷ്യറിയുടെ ദിശാബോധം എന്ന് പറയുന്നത് ഭരണഘടന നൽകുന്ന ബോധമാണ്, ഭരണഘടന നൽകുന്ന ഉൾക്കാഴ്ചയാണ്. അതുകൊണ്ടായിരിക്കാം ആ ന്യായാധിപന്മാര് വിധി പ്രസ്താവന നടത്തിയ ശേഷം ഡൽഹിയിലെ ഏറ്റവും പ്രസിദ്ധമായ സമൃദ്ധമായ സമ്പന്നമായ പഞ്ചനക്ഷത്ര ഹോട്ടലായ താജിന്റെ ചേംബേഴ്സിൽ പോയി ഏറ്റവും വിലപിടിപ്പുള്ള എന്താണ് കഴിച്ചത്? വീഞ്ഞ്, വൈൻ, ഏറ്റവും വില കൂടിയ വൈൻ മേടിച്ച് അവർ കഴിച്ചു. നോക്കുക, ഇവിടെ കരുണാകരൻ ദേശാമാനിയുടെ ജനറൽ മാനേജറായിരിക്കുമ്പോഴല്ല, പിന്നീട് ഇവിടെ ജനറൽ മാനേജറായിട്ട് EP ചേരാനുള്ള സമയത്ത് ദേശാമാനിക്ക് ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് ബോണ്ടുകളൊക്കെ മേടിച്ചു അല്ലേ? ഇപ്പം എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ, 4ാമത്തെ നെടുന്നൂണായ മാധ്യമങ്ങളുടെ സ്വഭാവം എന്താണെന്ന് പറയാൻ വേണ്ടി ഞാൻ ആ ഒരു ദൃഷ്ടാന്തം കൂടെ പറയാം. സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറഞ്ഞ ആളടുത്ത് 1 കോടി രൂപയുടെ ബോണ്ട് ദേശാമാനി മേടിച്ചു. രഹസ്യമായിട്ട് മേടിച്ചു എന്നല്ല, റെസീപ്റ്റ് കൊടുത്തു, ബോണ്ട് വാങ്ങി. കേരളത്തിലെ മാധ്യമങ്ങൾ 3 ആഴ്ച ചർച്ച ചെയ്തു സാന്റിയാഗോ മാർട്ടിൻ്റെ ബോണ്ട്. അപ്പൊ എനിക്കൊരു അത്ഭുതം, 1 കോടി രൂപയാണോ വലുത്, 1368 കോടി രൂപയാണോ വലുത്? മുസ്തഫ, 1 കോടി രൂപയാണോ വലുത്, 1368 കോടി രൂപയാണോ? ഏതാ വലുത്? ഇതേ സാന്റിയാഗോ മാർട്ടിൻ 1368 കോടി രൂപ
BJPക്കും കോൺഗ്രസിനും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോണ്ട് നൽകിയപ്പോൾ കേരളത്തിലെ ഒരു പത്രവും ഒരു ടെലിവിഷൻ പോലും ഒരു ചർച്ച നടത്തിയത്. 1 കോടിയാണോ വലുത്? 1368 കോടി രൂപയാണോ വലുത്? കോൺഗ്രസ് വാങ്ങി 50 കോടി രൂപ മാർട്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങി പോക്കറ്റിലിട്ടു. ദേശാമാനി ചെയ്തതുപോലെ റിസീപ്റ്റ് എഴുതി കൊടുത്ത് അക്നോളജ് ചെയ്തിട്ടല്ല, അജ്ഞാത ശക്തികളിൽ നിന്നുള്ള ബോണ്ട് പോലെയാണ് മേടിച്ചിട്ടത്. ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ച ചെയ്യും? 18,000 കോടി രൂപ ബോണ്ടായിട്ട് CPM ഒഴികെയുള്ള ഇടതുപക്ഷം ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വ്യവസായികളിൽ നിന്ന് കൈപ്പറ്റി. എന്തിനു വേണ്ടി? ഇന്ത്യൻ ഭരണഘടന നിൽക്കണമെങ്കിൽ സുതാര്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ വേണം. സുതാര്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന 2 ഘടകങ്ങൾ മണി പവറും മസിൽ പവറുമാണ്. പേശിബലവും പണസമ്പത്തും. ആ പണാധിപത്യത്തിന് വേണ്ടി 18,000 കോടി രൂപ കോർപ്പറേറ്റുകൾ ഇടതുപക്ഷം ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോണ്ടായി നൽകി. എത്ര ദിവസം നമ്മുടെ CPM നൽകിയ പരാതിയിലാണ്, അപേക്ഷയിലാണ് സുപ്രീം കോടതി ആ ബോണ്ടുകൾ ശരിയല്ല എന്ന് വിധി പ്രസ്താവം നടത്തി. എത്ര ദിവസം ഇന്ത്യയിലെ കേരളത്തിലെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തു? ഒന്നും വേണ്ട. പ്രിയങ്ക ഗാന്ധി എൻ്റെ സഹപ്രവർത്തകയാണ്, ഒരു മോശം ഞാൻ പറയാൻ പാടില്ല. ഇവിടെ പല ക്യാമറകൾ അത് ഒപ്പിയെടുക്കുന്ന ആളെ ഞാൻ പറയാത്തതും പറഞ്ഞതെല്ലാം കൂടെ കൂട്ടിയിട്ട് കൊടുക്കും. വയനാടിൽ പത്രിക സമർപ്പിക്കാൻ വേണ്ടി വന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ടെലിവൈസ് ചെയ്യപ്പെട്ടു. അവർ വന്നിറങ്ങുന്നു, അവരുടെ സാരിയുടെ നിറം, അവരുടെ മുഖത്തിന്റെ ഭാവം, ഇതെല്ലാം ഒപ്പിയെടുത്തു. നല്ല കാര്യം, ഒരു കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ചെയ്യണം, നമ്മൾ അതിനകത്ത് പഠിക്കണത്. പക്ഷേ ചിലത് വിട്ടുകളഞ്ഞു. എന്താ വിട്ടുകളഞ്ഞത്? പ്രിയങ്ക ഗാന്ധി പത്രിക സമർപ്പിക്കാൻ വന്നപ്പോൾ അവരുടെ അമ്മ, അവരുടെ സഹോദരൻ, അവരോടൊപ്പം വേറെ 2 പേരും കൂടി ഉണ്ടായിരുന്നു. ആരാന്നറിയോ? അറിയോ? റോബർട്ട് വധേര മുൻനിരയിലുണ്ടായിരുന്നു. 24 വയസ്സുള്ള പ്രിയങ്ക ഗാന്ധിയുടെ മകൻ റെയ്ഹാൻ വധേര. ഞാൻ 24 വയസ്സെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അനന്തരാവകാശിയായതുകൊണ്ട് ഇനി ലോകസഭയിൽ മത്സരിക്കണമെങ്കിൽ കർണാടക 25 വയസ്സ് വേണം. അപ്പം 24 എത്തിയിരിക്കണം. അപ്പം മൂപ്പറ ഇപ്പം തന്നെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല. DLF-മായി ചേർന്ന് ഹരിയാനയിൽ നടത്തിയ ഭൂമി കുംഭകോണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBI-യും എത്രയോ കേസുകൾ റോബർട്ട് വധേരയ്ക്കെതിരെ എടുത്തു. ആ റോബർട്ട് വധേര നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ മുൻനിരയിൽ നിന്നപ്പോൾ ഒരു ക്യാമറ പോലും അങ്ങോട്ട് ചലിച്ചില്ല. ഇനി റോബർട്ട് വധേര കോൺഗ്രസിലെല്ലാം മറുപക്ഷത്താണെന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക. അങ്ങനെ ഉണ്ടാകില്ല, എന്നാലും വേണ്ടില്ല, സങ്കല്പിച്ചു. ഇവിടെയുള്ള ക്യാമറകൾ അദ്ദേഹത്തെ ഓടിച്ചിട്ട് പിടിക്കും. അല്ലയോ മിസ്റ്റർ റോബർട്ട് വധേര, നിങ്ങൾ കുംഭകോണത്തിൽ പ്രതിയല്ലേ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBI നിങ്ങൾക്കെതിരെ കേസെടുത്തില്ലേ? നിങ്ങൾ എങ്ങനെയാണ് ഈ സംശുദ്ധമായ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗവാക്കാകാൻ വേണ്ടി ഒരു പത്രിക സമർപ്പണത്തിന് വരുന്നത്? നിങ്ങൾ കളങ്കപ്പെടുത്തുമല്ലേ ജനാധിപത്യത്തെ? ചോദിക്കില്ലേ മുസ്തഫ? എത്ര അന്തിച്ചർച്ച നടക്കുന്നുണ്ടാവും? 170 കോടി രൂപയാണ് BJPക്ക് ബോണ്ടായിട്ട് റോബർട്ട് വധേരയും കൂട്ടാളി സംഘവും കൂടി നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുക. കേരളത്തിലെ മാധ്യമങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്തു? 4ാമത്തെ നെടുന്നൂടിന്റെ സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനായി പോയ സമയത്ത് നമ്മളിപ്പം ഭരണഘടനയെ എങ്ങനെയാണ് താങ്ങി നിർത്തുന്നത്, നെടുന്നൂടുകളുടെ സ്വഭാവത്തെക്കുറിച്ച് അപകീർത്തിക്കുമ്പോൾ പാർലമെന്റും ജുഡീഷ്യറിയും പ്രവർത്തിക്കുന്നത് പോലെ മാധ്യമങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അനുഭവം പറഞ്ഞത്. 1980-കളുടെ അന്ത്യത്തിൽ ഡൽഹിയിൽ പോയപ്പോൾ 4-ൽ 3 ഭൂരിപക്ഷത്തിനാണ് രാജീവ് ഗാന്ധി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകസഭയിലെ കർണാടകയ്ക്ക് ദീർഘകാലം ഉണ്ടായിരുന്ന സഭയാണ്. അവിടെ വലതുവശത്ത് നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ലോകസഭ പച്ച വിരിച്ചതാണ്. ഇന്ന് പുതിയ എന്തോ പാർലമെന്റ് ഉണ്ടാക്കി എന്തോ ഗോഷ്ഠിയെല്ലാം കാണിച്ചു വെച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. ഞാൻ പഴയ ലോകസഭയെക്കുറിച്ചാണ് പറഞ്ഞത്. പച്ച വിധാനമാണ്.
ആ പച്ചവിധാനത്തിന്റെ 4/3 ഭാഗത്തും കോൺഗ്രസിന്റെ MP-മാരിങ്ങനെ നിറഞ്ഞു നിൽക്കും. ഒരു മൂലയിൽ മാത്രമാണ് പ്രതിപക്ഷത്തിന് സാന്നിധ്യമുണ്ടായിരുന്നത്. അവിടെ മധുദന്തവതെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പി ഉപേന്ദ്ര, മധുദന്തവതെ, ഫെർണാണ്ടസിനൊന്ന് സംശയമുണ്ട്, സോമനാഥ ചാറ്റർജി, ഇന്ദ്രജിത് ഗുപ്ത, നമ്മുടെ ഇവിടെ നിന്നുണ്ടായിരുന്ന KP ഉണ്ണികൃഷ്ണൻ, കുറച്ചു പേര്. BJP-യെ പോലെ 240 അല്ല, 4/3. അന്ന് പോലും ഇന്ത്യയിലെ മാധ്യമങ്ങൾ ചക്രവർത്തിക്ക് സമാനമായിട്ടുള്ള ആദരവ് കൈപ്പറ്റിക്കൊണ്ടിരുന്ന രാജീവ് ഗാന്ധിക്കെതിരെ വിരൽ ചൂണ്ടി. ബഫേഴ്സ് ഉൾപ്പെടെയുള്ള കുംഭകോണങ്ങൾ അനാവരണം ചെയ്യപ്പെട്ടു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 1989-ലെ പൊതുതെരഞ്ഞെടുപ്പില് ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും ഞങ്ങൾ മാധ്യമപ്രവർത്തകർ പോകുമ്പോൾ അവിടെ ഗലികളിൽ ഉയർന്ന മുദ്രാവാക്യമുണ്ട്, ഗലി ഗലി മേ ഷോർ ഹേ, രാജീവ് ഗാന്ധി ചോർ ഹേ. അതെല്ലാം മാധ്യമങ്ങൾ ഒപ്പിയെടുത്തു കൊടുത്തു. ഒരു ഭരണാധികാരികൾക്ക് മുമ്പ് കുമ്പിടാൻ വേണ്ടി ഇന്ത്യയിലെ മാധ്യമങ്ങൾ തയ്യാറായില്ല. ഇന്ന് ഇന്ത്യയിലെ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് പ്രധാനമന്ത്രിക്കെതിരെയോ ഒരു സഹമന്ത്രിക്കെതിരെയോ വിരൽ ചൂണ്ടാനുള്ള തന്റെ ഇടമുണ്ടോ? തന്റെ ഇടമുണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും മുഖ്യധാര പത്രത്തിനോ ടെലിവിഷനോ പ്രധാനമന്ത്രിയെ വിമർശിക്കാനുള്ള തന്റെ ഇടമുണ്ടോ? ഞാൻ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോട് പറയാറുണ്ട്, നിങ്ങൾക്ക് കേരളത്തിൽ ആർക്കെതിരെ എന്തു എപ്പം വേണമെങ്കിലും വിളിച്ചു പറയാം. ആർക്കെതിരെയും എപ്പോഴൊന്നും വിളിച്ചു പറയില്ല. അവർ വിളിച്ചു പറയുന്ന ആൾക്കാർ ഒരു പറ്റം ആൾക്കാർക്കെതിരെ മാത്രം, ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ എല്ലാം വിളിച്ചു പറയും. എന്നാലും വേണ്ടില്ല, നിങ്ങൾ വിളിച്ചു പറയുന്നുണ്ടല്ലോ. കേരളത്തിനപ്പുറത്തുള്ള ഏതെങ്കിലും മാധ്യമ പ്രവർത്തകന് തന്റെ പേന ഏതെങ്കിലും വ്യക്തിക്കെതിരെ ചൂണ്ടാനുള്ള തന്റെ ഇടമുണ്ട്. കോവിഡ് കാലഘട്ടത്തില് പരിശുദ്ധ ഗംഗാ നദിയിൽ നമ്മുടെ ഉസ്താദ് ബിസ്മില്ലാ ഖാൻ തന്റെ അമ്മയായിട്ട് കരുതിയ ഗംഗാ നദിയിൽ 100 കണക്കിന് മൃതദേഹങ്ങൾ ഇങ്ങനെ ഒഴുകി നടന്നപ്പോൾ ഒരു ടെലിവിഷനിലും പത്രത്തിലും ഒരു ചിത്രവും വന്നില്ല. ഒരു പട്ടിക്കുട്ടി വെള്ളത്തിൽ വീണ് മരിച്ചാല്, ചത്താല് 24 മണിക്കൂറും ആണെങ്കിൽ ലൈവ് നടത്തിക്കളയും. 100 കണക്കിന് മൃതദേഹങ്ങൾ. ഒരു പത്രം ദൈനിക് ഭാസ്കർ, കർണാടക അറിയാം, ദൈനിക് ഭാസ്കർ, ആ പത്രത്തിന്റെ ഒരു പാവപ്പെട്ട ഒരു ലേഖനം എന്തോ ഇത് ശരിയല്ലോ എന്ന് വിചാരിച്ചു ഒരു ചിത്രം എടുത്തു കൊടുത്തു. ദൈനിക് ഭാസ്കറിന്റെ ഡെസ്കിലിരുന്ന ഒരു എഡിറ്റർ അന്നത്തെ ദിവസം പ്രധാനപ്പെട്ട ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഗംഗാനദിയിൽ ഒഴുകി നടക്കുന്ന മൃതദേഹങ്ങളെ കുറിച്ചുള്ള ഒരു ചിത്രം ദൈനിക് ഭാസ്കറിൽ അച്ചടിച്ചു വന്നു. തൊട്ട് പിറ്റേന്ന് ദൈനിക് ഭാസ്കറിന്റെ ഓഫീസ് CBI-യും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സും കൂടെ റെയ്ഡ് ചെയ്തു. അതോടെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ ആ കിളിജാലകോടെ അടച്ചു. എന്റെ സ്നേഹിതന റൂബൻ ബാനർജി ഔട്ട്ലുക്ക് വാരികയുടെ പത്രാധിപരായിരുന്നു. കോവിഡിന്റെ 2ാം തരംഗത്തില് ദശലക്ഷക്കണക്കിന് പലായനം ചെയ്യുകയാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ സ്വദേശത്തേക്ക് അവർ പോകാൻ തയ്യാറായപ്പോൾ നമ്മുടെ സർക്കാർ എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് സാമൂഹ്യ കിച്ചൺ ഉണ്ട്, അടുക്കളയുണ്ട്, പക്ഷെ നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം. നമ്മൾ പ്രത്യേക തീവണ്ടി ഏർപ്പെടുത്തി അവരെയൊക്കെ കയറ്റി അയച്ചു. കേരളത്തിലുള്ളവർ ബാക്കി സ്ഥലത്തുണ്ടായിരുന്ന കോടിക്കണക്കിന് അതിഥി തൊഴിലാളികള് പലായനം ചെയ്തു. നീരുവച്ച കാലുകള്, വിണ്ട് കയറിയ പാദങ്ങള്. അല്ല, ഒരു സംഘം ഔറംഗാബാദിൽ കാട്ടിപ്പെട്ടപ്പോൾ അവർ നോക്കുമ്പോ പാമ്പും എഴജന്തുകളൊക്കെ ഉണ്ട്. അവരെന്ത് ചെയ്തു? ഔറംഗാബാദില് ഒരു റെയിൽ പാളം അല്പം കാട് പിടിച്ച് കടക്കാത്തൊരു സ്ഥലം നോക്കിയപ്പോൾ റെയിൽ പാളമാണ്. അവർ 14 പേര് അവിടെ തലവെച്ച് കടന്നുറങ്ങി. രാത്രിയുടെ ഏതോ അന്ത്യാമത്തിൽ വന്നൊരു ഗുഡ്സ് ട്രെയിൻ ആ 14 തലകളെയും ഛേദിച്ച് കടന്നുപോയി. ഡൽഹിയില് ഇന്റർസിറ്റി ബസ് ടെർമിനലിൽ വന്നു ചേർന്ന ആയിരക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളെ ഒരുമിച്ച് ചേർത്ത് നിർത്തിയിട്ട് DDT പോലുള്ള വിഷദ്രാവകം തെളിച്ചവരുടെ മുകളിൽ. ജന്തുക്കളുടെ മേൽപ്പോഴും തെളിക്കില്ല. ഇവരിങ്ങ കോവിഡ് മഹാനഗരമായ ഡൽഹിക്ക് നൽകുമോ എന്ന് പേടിച്ചുകൊണ്ട് അവിടുത്തെ സിവിക് അധികൃതരെ അവരുടെ മുകളിൽ സ്പ്രേ ചെയ്തു.
ആ സമയത്ത് ഈ റൂബൻ ബാനർജി എന്ന ഔട്ട്ലുക്കിന്റെ പത്രാധിപര് ഒരു കവർ പേജ് ഇറക്കി. മിസ്സിംഗ്, കാണാനില്ല ഇന്ത്യ ഗവൺമെന്റ്, കാണാനില്ല ഇന്ത്യ ഗവൺമെന്റിനെ. അതായിരുന്നു കവർ. എവിടെയാണ് ഇന്ത്യ ഗവൺമെന്റ്? കോടാനുകൂടി ജനങ്ങൾ പലായനം ചെയ്യുമ്പോൾ, വീണ് മരിക്കുമ്പോൾ, ഗംഗാനദിയിൽ മൃതദേഹങ്ങൾ ഒഴുകുമ്പോൾ, ഒറ്റയാഴ്ച കൊണ്ട് ആ മാധ്യമ പ്രവർത്തകനെ ആ സ്ഥാപനം പുറത്താക്കി. ഇതാണ് ഇന്ത്യയിലെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം. നാലാമത്തെ നെടുന്തൂൺ. കർണാടക ഓർമ്മയുണ്ടാവും, UPA ഗവൺമെന്റ് കരുണാനിധി സഖാവ് വന്ന് പാർലമെന്റിൽ അംഗമാണ്. എത്ര മഹാന്മാരായിട്ടുള്ള മന്ത്രിമാരാണ് കേരളത്തിലുണ്ടായിരുന്നത്. AK ആന്റണി, രാജ്യരക്ഷ ഇല്ലേ, ഓർമ്മയുണ്ടല്ലോ. വയലാർ രവി, KV തോമസ്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, KC വേണുഗോപാല്, സുരേഷ് കോടിക്കുന്നിൽ, ഇനിയുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് ഓർമ്മയില്ല. ഇത്രയും മന്ത്രിമാര്, ചെറിയ ആൾക്കാരൊന്നുമില്ല, പെരുത്ത ആൾക്കാർ. പക്ഷേ ആ മന്ത്രിമാർക്ക് എല്ലാവർക്കും കൂടി കേരളത്തിലെ മാധ്യമങ്ങൾ നൽകിയ കവറേജിനേക്കാൾ കൂടുതൽ കവറേജ് ഒരു സ്വതന്ത്ര വകുപ്പ് പോലും കൈകാര്യം ചെയ്യാത്ത BJPയുടെ V മുരളീധരന് കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്തു. എന്തിനാ കൊടുത്തത്? ഇവിടെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ, നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനത്തിന്റെ പാത ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. അങ്ങനെ നാലാം നെടുന്തൂണും നിർവീര്യമാകുന്ന ഒരു ദശാസന്ധിയിലാണ് ഇന്ത്യൻ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. ഈ ഘട്ടത്തിൽ നമ്മൾ അല്പം ക്ഷീണിച്ചിട്ടുണ്ട്. നമ്മുടെ പാർട്ടി പാർലമെന്റിൽ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ നമുക്കൊരു ഇച്ഛാശക്തിയുണ്ട്, നമുക്കൊരു ദിശാബോധമുണ്ട്. ഈ പ്രതിസന്ധിയെ മുറിച്ചു കിടക്കാനുള്ള ഒരു ശേഷി ഇടതുപക്ഷത്തിന് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും. ആ ശേഷി തിരിച്ചു പിടിക്കാൻ വേണ്ടി, ആത്മവീര്യം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ സമ്മേളനങ്ങൾ നടക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ നൽകുന്ന, അർപ്പിക്കുന്ന ആ പ്രതീക്ഷ ഫലവത്താകുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നമ്മുടെ ഈ സമ്മേളന പ്രക്രിയ മുമ്പോട്ട് പോകുമ്പോൾ ഇന്ത്യയെ, ഇന്ത്യൻ ഭരണഘടനയെ, മതനിരപേക്ഷതയെ, ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ അക്ഷീണമായി നമ്മൾ എന്നും ഉണ്ടാകുമെന്നുള്ള ഒരു പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സെമിനാർ നടക്കുന്നതെന്ന് കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.